ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്കതിനകത്ത് ഗോൾഡ് അതുപോലെ ബാക്കിയുള്ള ഒരു കുറച്ച് മെയിൻ കറൻസി പേരിൽ ലിക്വിഡിറ്റി ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നലെ ആകെ നോക്കാനായിട്ട് ഗോൾഡിൽ ആകെ ഒരു ട്രേഡ് നോക്കാനായിട്ട് പറ്റിയിട്ടാണ് മെയിൻ ഒരു ലിക്വിഡിറ്റി ആയിരുന്നു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ അല്ല, അതിലേക്ക് വന്നതിന് ശേഷം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് 50% കണക്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം 1:1 വന്നിട്ട് നേരെ SL തന്നെ കയറുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇന്നത്തെ ദിവസത്തേക്കുള്ള സാധ്യത നോക്കുവാണെങ്കിൽ ഇന്നലെ തന്നെ നോക്കിയാൽ ഫസ്റ്റ് ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് സെല്ലിലേക്കാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി എടുത്ത് ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും സെല്ലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കുള്ള ട്രെൻഡും കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ലിക്വിഡിറ്റി എടുത്ത് ലോയിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് സെല്ലിലേക്കുള്ളൊരു ട്രെൻഡ് ഇവിടെ ഫസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ, അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ലിക്വിഡിറ്റി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെല്ലിലേക്കുള്ള ട്രെൻഡ് ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം സെല്ല് നോക്കാൻ പറ്റിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ ഗോൾഡിൽ. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന നോക്കുകയാണെങ്കിൽ ഒരു കൗണ്ടർ ടെന്നിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് ചെറിയ ബൈ നോക്കാം. ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം ഗോൾഡിൽ ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. ഓക്കെ അല്ലേ, ഈ നെക്സ്റ്റ് സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റായിട്ട് ഇവിടെ നിന്നൊക്കെ ബൈ നോക്കാനായിട്ട് പറ്റും. സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി എടുത്താൽ പിന്നെ ബൈ നോക്കരുത്. പിന്നെ ഇവിടുന്ന് കൂടുതൽ സാധ്യത ആ സെല്ലിലേക്ക് പോകാനാണ്. അപ്പോൾ നമുക്ക് ഈ ലോയിൽ ഡിസ്കൗണ്ട് ലോയിൽ നോക്കുകയാണെങ്കിൽ ബൈ നോക്കാം. അതുപോലെ തന്നെ പ്രീമിയത്തിലേക്ക് വരുവാണെങ്കിൽ സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ രണ്ട് സാധ്യത മാത്രമാണ് ഗോൾഡിൽ കാണുന്നത്. ഇപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഏകദേശം ഓക്കെ അല്ലേ, മാർക്കറ്റ് എന്താണ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി ഓക്കെ അല്ലേ, ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് ഇനി ഹൈനെ ബ്രേക്ക് വേണം നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാം. ഓക്കെ അല്ലേ, BOS കിട്ടുമ്പോൾ നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതിന് മുകളിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, അത്യാവശ്യം ഡിസ്കൗണ്ട് ഏരിയ ആണ്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ബൈ നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് ഫെയിൽ ആകുവാണെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ബൈയിങ് സോണിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബൈ നോക്കാം. അത്യാവശ്യം സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇനി ബാക്കിയുള്ള കുറച്ച് കറൻസി പെയറിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. ബാക്കി ഇപ്പോൾ മേജർ ലിക്വിഡിറ്റി ERCൻ്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂറോ USD തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, യൂറോ USDയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത ടൈമിൽ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി എടുത്താണ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ പ്രൈസ് കൊടുത്ത് അത്യാവശ്യം മുകളിലോട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് നോക്കാനായിട്ട് പറ്റിയ രണ്ട് മെയിൻ ലിക്വിഡിറ്റിയെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഈ ലോയിൽ ഈ ഒരു മേജർ ലോ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ല, അതുപോലെ തന്നെ ഹൈയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യത കാണുന്നത് മാർക്കറ്റ് ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുക്കാനാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം സാധ്യത കാണുന്നുണ്ട്. കാരണം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ സെല്ല് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ട്രേഡ് വർക്ക് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ അല്ലേ, അതേപോലെ തന്നെ യൂറോ JPYയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു ലിക്വിഡിറ്റിൻ്റെ അടുത്താണ് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ അല്ലേ, ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും ഏകദേശം ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനകത്തോ അല്ലെങ്കിൽ തൊട്ട് താഴെ തന്നെ അടുത്തൊരു ലിക്വിഡിറ്റിയും കാണാം. ഇതിലേക്ക് രണ്ടിലേക്കും വരുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. ഇനി സെല്ലിലേക്കാണെങ്കിൽ ഫസ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മേജർ ഹൈയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇത് രണ്ടും നമുക്ക് ബൈയിലേക്ക് നോക്കാനുള്ള ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ പ്രീമിയത്തിലേക്ക് വരുവാണെങ്കിൽ എന്താണ് ഈ ഒരു ഹൈയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് നോക്കാനായിട്ടും പറ്റും കേട്ടോ. ഈ രണ്ട് ലിക്വിഡിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഓക്കെ അല്ലേ, ഇത് രണ്ടും പ്രീമിയത്തിലുള്ള ലിക്വിഡിറ്റിയാണ്. അതുപോലെ തന്നെ യൂറോ GBPൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ട്രേഡിന് സാധ്യതയില്ല. ഓക്കെ അല്ലേ, ഹൈയിലെ മാർക്കറ്റിന് ഹൈയിലേക്ക് വന്നാലേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്നും ട്രേഡ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓക്കെ അല്ലേ, അതുപോലെ തന്നെ യൂറോ AUDൻ്റെ കാര്യം നോക്കുവാണെങ്കിലും അത്രത്തോളം സാധ്യതകൾ കാണുന്നില്ല. ഓക്കെ അല്ലേ, ഇത് മദർ ക്യാൻഡിലാണ്. ഇതിലെ ലിക്വിഡിറ്റി ഒന്ന് ട്രാപ്പ് ആക്കിയാൽ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ, ഇതാണ് മദർ ക്യാൻഡിൽ ഹൈ ആയിട്ട് വരുന്നത്, ഇതാണ് ലോ ആയിട്ട് വരുന്നത്. അത്യാവശ്യം ചെറിയ ട്രേഡുകൾക്കേ സാധ്യതയുള്ളൂ കേട്ടോ ലോയിനേക്ക് എടുക്കുകയാണെങ്കിൽ. അതുപോലെ യൂറോ കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ എന്താണ് പ്രൈസ് ഹൈന്ന് ഇപ്പോൾ ചെറിയൊരു സെല്ല് കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇനി ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് നോക്കാം. അതുപോലെ ഈ ലോയിൽ ലിക്വിഡിറ്റിയാണ് എടുക്കാന്നുണ്ടെങ്കിൽ ബൈ നോക്കാം. ഇതിനുള്ളിലൊക്കെ ചെറിയ ചെറിയ കുറച്ച് വീക്കായിട്ടുള്ള ലിക്വിഡിറ്റിയാണ് കാണുന്നത് ഇപ്പോൾ ഈ ഇൻഡ്യൂസ്മെൻ്റൊക്കെ. അപ്പോൾ അത്രത്തോളം സാധ്യതനകത്ത് കാണുന്നില്ല കേട്ടോ. യൂറോ NSTൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും ലോയിൽ ലിക്വിഡിറ്റി മേജർ ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് പുഷ് ചെയ്യുന്നത്. ഇവിടെ ഒരു ട്രേഡിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ, ഇല്ല, അത് ഒരുപാട് ടൈമായി. നമുക്ക് ഇന്നലെ കിട്ടേണ്ട ട്രേഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്രത്തോളം സാധ്യത ഇല്ല കേട്ടോ. ഇതിന് ശേഷം അപ്പോൾ മാർക്കറ്റ് എന്താണ് ഈ ഒരു ലോയിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കിനി ഇവിടെ നിന്ന് ബൈ നോക്കാം. ഓക്കെ അല്ലേ, ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ നോക്കാം. ഹൈയിലെ ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇതാണ് വരുന്നത് കേട്ടോ. ഹൈയിൽ ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ടും പറ്റും.
ഓക്കെ അല്ലേ, ഓവറോൾ സെല്ലിലേക്കാണ്. അപ്പോൾ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി GBP/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റിയ മെയിൻ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഒന്നീ ഹൈ എടുക്കാം, അതുപോലെ തന്നെ ഇതിൽ മേജർ ഹൈ എടുക്കാനായിട്ടും പറ്റും. ഇനി ബൈ നോക്കണമെങ്കിൽ ലോയിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നാലേ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ, ഈ ബൈ നോക്കാനായിട്ട് ഒന്ന് മേജർ ഇൻഡ്യൂസ്മെൻറ്റ്, ഇതിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുക, അതുപോലെ തന്നെ മേജർ ലോയിൽ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഹൈയിലേക്ക് വരുവാണെങ്കിൽ ആ സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. JPYൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും പിന്നെ സാധ്യതകൾ കാണുന്നില്ല. ഓക്കെ അല്ലേ, ഈ ഒരു ലോയിൽ ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ എടുത്താലേ നമുക്ക് ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ലോയിൽ ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ എടുക്കണം. ഓക്കെ അല്ലേ, ഇതിന് ശേഷം ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഹൈയിൽ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. GBP കാർഡിലേക്ക് നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ, ഹൈ ഇത് ഒരു മെയിൻ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം, അതുപോലെ തന്നെ മേജർ ലോയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷം ഈ ഒരു ലോയിലെ ലിക്വിഡിറ്റി ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നോക്കാം. പക്ഷേ ഇത് ഇന്നലെ വന്നതാണ്, നൈറ്റ് വന്നാണ്, ഇപ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കണമെന്നില്ല കേട്ടോ. ഇനി ഇവിടുന്ന് പ്രൈസ് ഇതേപോലെ അഗ്രസീവായിട്ട് ഇവിടെ നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ, പെട്ടെന്ന് തന്നെ ഒരുപാട് വീക്കായിട്ട് നിൽക്കാതെ പെട്ടെന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാനിലേക്ക് അതിന് മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ലൈനിൽ തന്നെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും GBP കാർഡിൽ കേട്ടോ. അതുപോലെ തന്നെ GBP AUDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും നോക്കാം. ഇതിലും സെല്ല് നോക്കാനായിട്ട് പറ്റുന്നൊരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഹൈ അത്യാവശ്യം നല്ലൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം, തൊട്ടടുത്ത് തന്നെ ഇവിടെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ, പിന്നെ അതുപോലെ ഈ ഒരു ലോയും നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ കൺഫർമേഷൻ കിട്ടുന്നത് നമുക്ക് സെല്ല് നോക്കാം. അതുപോലെ ലോയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത്രത്തോളം അഗ്രസീവായിട്ട് ബൈ നോക്കണമെന്നില്ല കേട്ടോ, ഒറ്റ ക്യാനിലല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ, അതുപോലെ തന്നെ GBP/NSDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇത് അത്യാവശ്യം മെയിൻലി നല്ലൊരു ലിക്വിഡിറ്റി ആണ് കേട്ടോ. ഈ ഒരു ലോയും നമുക്ക് നോക്കാം, അതുപോലെ തന്നെ ഹൈയും നോക്കാം. എല്ലാത്തിൻ്റെയും സൈഡിൽ തന്നെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെയാണ് മാർക്ക് ചെയ്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് കൊടുക്കാൻ തന്നെ കറക്റ്റായിട്ട് കാണാനായിട്ടും പറ്റും. അതുപോലെ AUD/USDയിലൊക്കെ നോക്കുവാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു സെല്ലിലേക്ക് വരുന്നത്. ഓക്കെ അല്ലേ, ഓവറോൾ ഡെയിലിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്, അതിനകത്തു നിന്നാണ് ഇപ്പോൾ പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ, നമുക്ക് ഇന്നലെ നോക്കുമായിരുന്നെങ്കിൽ ഇത് മദർ ക്യാൻഡിൻ്റെ ഉള്ളിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് ഇപ്പോൾ സെല്ലിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കൊരു ബൈ നോക്കണമെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിൽ വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മേജർ ഹൈനെ വീണ്ടും മാർക്കറ്റ് വന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം കേട്ടോ. ഇതിനുള്ളിൽ ഇനി ലോയിനെ ബ്രേക്ക് ചെയ്താൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഇത് നമുക്ക് ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി ആയിട്ടും ഇത് സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും വേണമെങ്കിൽ ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് അപ്പോൾ ഇതെടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് AUD/USDയിൽ ഇവിടെ നിന്ന് ബൈ നോക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ AUD/JPYൻ്റെ കാര്യത്തിലും അത്രത്തോളം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഒന്നുമില്ല. ഓക്കെ അല്ലേ, ഇതിപ്പോൾ AUD കാർഡിൻ്റെയാണ്. ഡെയിലിൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് അത്യാവശ്യം നല്ല സെല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി ആയിരുന്നു ഇത്. ഓക്കെ അല്ലേ, ഏറ്റവും ഹൈ ആയിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമ്പൾസീവ് മൂവാണ് ക്രിയേറ്റ് ആയത്. ഓക്കെ അല്ലേ, ഒരു വൺ ഡയറക്ഷൻ പുഷ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരു റീട്രേസ്മെൻറ്റ് അത്യാവശ്യം നല്ല സാധ്യതയുള്ളൊരു ട്രേഡായിരുന്നു അത്. ഓക്കെ, നമുക്ക് രണ്ട് ലിക്വിഡിറ്റി ഒന്നും നോക്കുകയാണെങ്കിൽ ട്രേഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിലും ഉണ്ട്, രണ്ടാമത്തെ കുറച്ച് നൈറ്റാണ് വന്നത്, 8 ടൈമിലാണ് വന്നത്. അതിലും അത്യാവശ്യം നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. ഇനി ഇതിന് ശേഷം നമുക്ക് നോക്കാനായിട്ട് പറ്റിയ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ലോയിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാം. ഓക്കെ അല്ലേ, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് നോക്കാനായിട്ടും പറ്റും ബൈയിലേക്ക്. അതുപോലെ തന്നെ ഈ ഒരു മേജർ ഹൈ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, പ്രൈസ് ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കാം. കാരണം ഇത് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതിന് ശേഷം നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇത്രയും താഴോട്ട് വരണം. ഓക്കെ അല്ലേ, അപ്പോൾ ഈ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് വീണ്ടും മെയിൻ ലിക്വിഡിറ്റിയിലേക്ക് പോകാനാണ്. ഈ ലോയിൽ ലിക്വിഡിറ്റി എടുത്ത് മെയിൻ ലിക്വിഡിറ്റിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. അപ്പോൾ AUD കാർഡിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ നോക്കാം കേട്ടോ. അത്യാവശ്യം സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ AUD NSDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കാര്യമില്ല. NSD/USDയിൽ നോക്കുവാണെങ്കിലും ലോയിൽ ലിക്വിഡിറ്റി ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് പിന്നെ സെല്ലിലോട്ട് വരുന്നത്. അപ്പോൾ ലോയിൽ ലിക്വിഡിറ്റി ഇന്നലെ തന്നെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം പ്രൈസ് അത്യാവശ്യം അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ടച്ച് ചെയ്തതിന് ശേഷം അത്രയും പ്രൈസ് മൂവ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ അല്ലേ, NSD/USDയിൽ നമുക്ക് നല്ല ട്രേഡും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ട്രേഡും ഉണ്ടായിരുന്നു ഇവിടുന്ന്. ഓക്കെ അല്ലേ, ഇനി നമുക്ക് അടുത്ത മെയിൻ ലിക്വിഡിറ്റി നോക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡിറ്റി ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, NSD/USDയിൽ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത് നോക്കാനായിട്ട് വരുന്ന ഒരു ഹൈ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റും മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇതിന് ശേഷം നമുക്ക് ബൈ നോക്കണമെങ്കിൽ ഏതാണ് ഈ ഒരു ലിക്വിഡിറ്റിയിലെങ്കിലും മാർക്കറ്റ് വരണം. ഓക്കെ അല്ലേ, ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നാലേ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊരു മെയിൻ ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ഇതൊരു മേജർ ലോ ആയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതിനകത്തേക്ക് വന്ന് ട്രേഡിന് സാധ്യത കാണുന്നുള്ളൂ കേട്ടോ. ഇനി മാർക്കറ്റ് ഹൈലെ ലിക്വിഡിറ്റി ആണെങ്കിൽ ഇന്നത്തെ ദിവസം ട്രേഡിന് സാധ്യത കാണുന്നില്ല. അടുത്ത ദിവസങ്ങളിലേക്ക് നോക്കാനായിട്ട് പറ്റുന്ന ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം.
ഓക്കെ, അതുപോലെ NFT കാർഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഇന്നത്തെ ദിവസത്തേക്ക് സാധ്യതകൾ ഇതിനകത്ത് കാണുന്നില്ല. ഓക്കെ, അതിനുള്ളിൽ ചെറിയ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റ് കാണാം. അതിപ്പോൾ ഓൾറെഡി ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പിന്നെ പ്രൈസ് താഴോട്ട് വന്നത്. ഇത് അത്രത്തോളം കുഴപ്പമില്ല, നോക്കാനായിട്ട് പറ്റും. അത്രത്തോളം സാധ്യതകൾ കാണുന്നില്ല കേട്ടോ. NST/JPYൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. 4 ഹവറിലെ ഹൈ ഈ ഇൻസൈഡ് ബാർ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ബൈ നോക്കാനായിട്ട് പറ്റുന്ന ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇത് എടുക്കാം. പിന്നെ രണ്ടാമത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നോക്കാം, നമുക്ക് ഇതിനകത്തേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഓക്കെ അല്ലേ, 30 മിനിറ്റിൽ ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം എന്താണ് പ്രൈസ് ഒന്ന് ഇതിന് താഴെ ക്ലോസ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇവിടുന്ന് റിവേഴ്സ് ആകുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാം. ഓക്കെ അല്ലേ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ബൈ നോക്കാനായിട്ട് ഇതിന് ഫസ്റ്റ് താഴോട്ട് വന്നതിന് ശേഷം എന്താണ് ഒന്ന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്ത് പുഷ് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. NST/JPYൻ്റെ കാര്യത്തിലേക്ക് കുഴപ്പമില്ല, ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഒരു സാധ്യത കാണുന്നുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ അല്ലേ, അതുപോലെ USD/JPY കാര്യം നോക്കുകയാണെങ്കിലും ഡെയിലിയിൽ ഏറ്റവും ഹൈയിലെ ലിക്വിഡിറ്റിയൊക്കെയാണ് മാർക്കറ്റ് ഇപ്പോൾ എടുത്ത് നിൽക്കുന്നത്. ഓക്കെ അല്ലേ, ഏറ്റവും ഹൈയിലെ ലിക്വിഡിറ്റിയിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല സാധ്യത കാണുന്നുണ്ട്. ഡെയിലിയിലും 4 ഹവറിലും നോക്കുകയാണെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഒരു 1 ഡയറക്ഷൻ പുഷാണ്. അപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് എന്തായാലും സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്കെന്താണ് ഇവിടെ നിന്ന് തന്നെ ഇതിന് മുകളിലോട്ട് ഒന്ന് പ്രൈസ് പോയിട്ട് അതേപോലെ തന്നെ റിവേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സെല്ല് നോക്കാം കേട്ടോ. അത്യാവശ്യം സാധ്യത കാണുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിൽ നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ മേജർ ലിക്വിഡിറ്റി ഡെയിലിയിലെ ഏറ്റവും ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കുമ്പോഴും നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം സാധ്യത കാണുന്നുണ്ട് അതിനകത്തേക്ക്. ഓക്കെ അല്ല, അതിനടുത്ത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഒരു സെല്ല് കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ അവിടെ സെല്ല് കാണിച്ചിട്ടുണ്ട്. പ്രൈസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഇതിന് മുകളിലോട്ട് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് പിന്നെയും സെല്ല് നോക്കാം കേട്ടോ. അതുപോലെ USD കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി ആണോ? ഓക്കെ അല്ലേ, അപ്പോൾ ഇന്നലത്തെ ലിക്വിഡിറ്റിയിലല്ലേ, അവിടെ നിന്നാണ് പ്രൈസ് റിവേഴ്സ് ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ബൈ നോക്കണമെങ്കിൽ ഓക്കെ അല്ലേ, ഹൈ ലിക്വിഡിറ്റി എടുത്ത് ഇവിടെ തന്നെയാണ് പ്രൈസ് റിവേഴ്സ് ആയിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നോക്കാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ അടുത്തൊരു ലിക്വിഡിറ്റി നോക്കണം. ഇവിടെ നിന്നൊക്കെ ട്രേഡ് അത്യാവശ്യം വർക്കായിട്ടുണ്ട്, അത്യാവശ്യം ടാർഗറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ അല്ലേ, നമുക്കിനി അടുത്ത ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഏതാണ്? മാർക്കറ്റ് ഈ ഹൈയിലേക്കൊന്നിന് സാധ്യത കാണുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ, ഇനിയിപ്പോൾ ബൈയിലേക്ക് നോക്കാനുള്ള ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെല്ലിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഒരുപാട് മുകളിലോട്ട് വരണം, അടുത്ത ദിവസങ്ങളിലേക്ക് സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൈയിൽ ലിക്വിഡിറ്റിയൊക്കെ ഓൾറെഡി എടുത്തു, ഇനിയിപ്പോൾ പുതിയ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാനായിട്ടില്ല. ഓക്കെ അല്ലേ, ഇതിന് ശേഷം 1-2 ക്യാൻഡിൽസ് ഇതിന് താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹൈ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് ഇനി ഇവിടെ നിന്ന് തന്നെ പ്രൈസ് ഡയറക്റ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കണ്ട. 1-2 ക്യാൻഡിൽസ് ഇതുപോലെ നിന്നിട്ടാണ് ഹൈലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ആ ഒരു റേഞ്ചിൽ തന്നെ അപ്പോൾ അത്യാവശ്യം ഒരു സെല്ല് ഇവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇനി ബൈയിലേക്ക് നോക്കണമെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി നമുക്ക് എടുക്കാം. ഓക്കെ അല്ല, അല്ലെങ്കിൽ ഈ ഒരു മേജർ ലിക്വിഡിറ്റി എടുക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കാണുന്നുണ്ട്. ഇത് നമുക്ക് ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ TRC നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്താണ് പിന്നെ സെല്ലിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ട്രേഡിന് സാധ്യതയില്ല. നമുക്ക് ഗോൾഡ് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലിക്വിഡിറ്റിയിൽ വന്നതിന് ശേഷം ഏകദേശം കൺഫർമേഷൻ വരുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞിട്ട് 50 മില്യൺ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം 1 മിനിറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഇൻഡ്യൂസ്മെൻറ്റും എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്ന് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രൈസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ട്രേഡോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ബൈയിങ് സോണിൽ നോക്കിയാൽ മതി. ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് ഇവിടെ നിന്ന് തന്നെ ഹൈനെ ബ്രേക്ക് വേണം നമുക്ക് ഇവിടെ നിന്നൊരു ബൈ നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ബൈ നോക്കാനായിട്ട് പറ്റും. ടാർഗറ്റ് എന്ന് പറയുന്നത് പിന്നെ 50 മിനിറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നാം മേജർ ഹൈ ഈ ഒരു സെല്ല് വന്നതിൻ്റെ ഈ ഒരു ഹൈ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ടും അതുപോലെ നെക്സ്റ്റ് അടുത്തൊരു ടാർഗറ്റായിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരെയും കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് തന്നെ കിട്ടുക ഒരു എൻട്രി ആണ്. ഇതിന് ശേഷം സെറ്റപ്പ് ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ബൈയിങ് സോണിൽ നിന്നും എൻട്രി നോക്കാം കേട്ടോ. ഈ സാധ്യതയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിലുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.